ഇറാനിൽ ജൻസി പ്രക്ഷോഭമുണ്ടോ? അതായത് ജൻസി പ്രക്ഷോഭമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയാം. കാരണം വലിയ തോതിലുള്ള കലാപം അവിടെ നടക്കുന്നുണ്ട്, ജനങ്ങൾ പ്രതികരിക്കുന്നുണ്ട്, ജനങ്ങൾ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്, അവിടെ പോലീസുമായിട്ട് സംഘർഷത്തിൽ ഏർപ്പെടുന്നു. ഈ പോലീസിൻ്റെ സംഘർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെയൊക്കെ ഏതെങ്കിലും ഒരു സമരം ഉണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന സംഘർഷം പോലെയല്ല, അതിഭീകരമാണ് അവിടുത്തെ സംഘർഷം എന്നുള്ളത്. കാരണം ആ സംഘർഷം എന്തുകൊണ്ട് ഭീകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മരിച്ച ആൾക്കാരുടെ എണ്ണം പറയാം 27 പേരാണ്. 5 പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ, അതായത് പ്രായപൂർത്തിയായില്ല എന്ന് പറഞ്ഞാൽ കുട്ടികൾ തന്നെയാണല്ലോ, അതായത് 18 വയസ്സ് കഴിയാത്തവർ, അവരുൾപ്പെടെ 27 പേരാണ് ഇറാനിൽ ഈ പറയുന്ന കലാപത്തിനിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത്, പ്രക്ഷോഭത്തിനിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്താണ് ഇറാനിലെ പ്രശ്നം എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ഇറാൻ ഒരു മതരാഷ്ട്രമാണ് എന്നുള്ളത് നമുക്കറിയാം. ആ മതരാഷ്ട്രത്തിനകത്ത് പുകയുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഹിജാബ്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നം ഹിജാബിനെ ചൊല്ലിയിട്ടല്ല. ഇറാൻ എന്ന് പറയുന്ന രാജ്യം സാമ്പത്തികമായി തകർന്ന് പണ്ടാരമടങ്ങിയിരിക്കുകയാണ്. അവരുടെ മൊത്തം ആഭ്യന്തരവും അന്താരാഷ്ട്ര തലത്തിലുമുള്ള കച്ചവടമെല്ലാം തന്നെ തകർന്നിരിക്കുന്നു. അവരുടെ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതിലേക്ക് പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നതെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ റിയാലിൻ്റെ മൂല്യം എക്കാലത്തെയും റെക്കോർഡ് തകർച്ചയിലാണ് ഉള്ളത് എന്നുള്ളതാണ്. അത്രയും തകർന്നടിഞ്ഞിരിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയ്ക്കകത്ത് വലിയ വിലക്കയറ്റം ഉണ്ടാവുക സ്വാഭാവികമാണ്. ആ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ജനം എന്ന് പറയുന്നത്. ഇപ്പോൾ 1 കിലോ ഭക്ഷ്യധാന്യം വാങ്ങിക്കണമെങ്കിൽ തന്നെ വലിയ തുക കൊടുക്കേണ്ടി വരും. നമുക്കറിയാം പാകിസ്ഥാനിൽ എങ്ങനെയായിരുന്നു വിലക്കയറ്റം ഉണ്ടായപ്പോഴത്തേക്കും 1 കിലോ മൈദ വാങ്ങിക്കണമെങ്കിൽ 1500 രൂപ കൊടുക്കണം. അതാണ് അവിടുത്തെ അവസ്ഥ. അങ്ങനെ വിലക്കയറ്റം വലിയ തോതിലുണ്ടാവുകയും സാമ്പത്തികമായിട്ട് തകർന്നടിഞ്ഞ രാജ്യം പിന്നീട് ഭക്ഷണ സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് അടികൊല്ല 4 പേരെ കുത്തിക്കൊന്നു ഒരു പാക്കറ്റ് ബ്രെഡിന് വേണ്ടിയിട്ടെന്നുള്ളതാണ് പാകിസ്ഥാൻ്റെ അവസ്ഥ. അതിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല ഇറാൻ്റെ അവസ്ഥ. ഇറാൻ എന്ന് പറയുന്നത് സ്വതവേ ഒരു വലിയ സമ്പന്നമായ രാജ്യമാണ്. കാരണം അവർക്ക് നാച്ചുറൽ ഗ്യാസ് ഉണ്ട്, പെട്രോളിയം ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിസുന്ദരമായിട്ടുള്ള ഒരു രാജ്യവും കൂടെയാണ് ഇറാൻ എന്നുള്ളതും മനസ്സിലാക്കണം. അപ്പോൾ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഈ പറയുന്ന ഒരു ഇസ്ലാമിക സംസ്കാരത്തിന് കീഴിലായിട്ട് പോലും അവർക്ക് സാംസ്കാരികമായിട്ട് ഒരു വളരെയധികം പ്രത്യേകതകളുള്ള ഒരു രാജ്യമാണ്. ആ രാജ്യം ഇപ്പോൾ തകർന്നടിഞ്ഞ് ജനകീയ പ്രക്ഷോഭങ്ങളിൽ കൂടെ വലിയ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ വാണിജ്യ കേന്ദ്രമായിട്ടുള്ള ഗ്രാൻഡ് ബസാറുണ്ട്, അവരുടെ ഒരു വലിയ വാണിജ്യ കേന്ദ്രമാണ്. ആ വാണിജ്യ കേന്ദ്രം കേന്ദ്രീകരിച്ചാണ് പ്രക്ഷോഭം നടക്കുന്നത് എന്നുള്ളതാണ്. അതായത് കണ്ണീർവാതകം പ്രയോഗിക്കുകയാണ് പോലീസ് അവിടെ ജനക്കൂട്ടത്തിന് നേരെ ചെയ്യുന്നത്. ചുറ്റും കണ്ണീർവാതകം പ്രയോഗിക്കുകയും വലിയ പുകപടലം ഉയരുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ആൾക്കാർക്ക് ഓടാൻ പോലും കഴിയാത്ത രീതിയിൽ നിൽക്കുന്ന ജനക്കൂട്ടത്തിന് നേരെ പോലീസ് വെടിവെക്കും. അങ്ങനെ വെടിവെപ്പിലാണ് ഇപ്പോൾ 27 പേർ മൊത്തം കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ വലിയ പ്രക്ഷോഭമാണ് അവിടെ നടക്കുന്നത്. എന്നിട്ട് ഈ വെടികൊണ്ട ആൾക്കാരെ അവിടെ വിടുമോ? അതുമില്ല. വെടികൊള്ളുകയും ലാത്തിചാർജ് പരിക്കേൽക്കുകയും ഷെല്ല് വന്ന് വീണ് പൊട്ടി മാരകമായി പരിക്കേൽക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ പോലീസ് അവിടെ തെരഞ്ഞു പിടിച്ച് പുറകെ ചെന്നിട്ട് ആ ആശുപത്രി കിടക്കയിൽ നിന്ന് ഇവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വലിയ ക്രൂരമായിട്ടുള്ള അറസ്റ്റുകൾ നടക്കുന്നതിനെതിരെ ജനങ്ങൾ പ്രക്ഷോഭത്തിലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഒരു മതശാസനം നിലനിൽക്കുന്ന രാജ്യം, മതപരമായിട്ട് ക്രൂരമായ ഭരണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന രാജ്യം, പോരാത്തതിന് സാമ്പത്തികമായി തകർന്നിരിക്കുന്നു. ഇതെല്ലാത്തിനും പുറമെ ഇവരുടെ സാമ്പത്തിക ശേഷി മുഴുവൻ എടുത്ത് ആണവായുധം കണ്ടുപിടിക്കാനും ആണവായുധം ഉണ്ടാക്കാനും ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാനും കൂടെ ചെലവഴിക്കുന്ന ഒരു രാജ്യമാകുമ്പോൾ അവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുക. ഒരു ആവശ്യവുമില്ലാതെ ഹിസ്ബുള്ളയെ പിന്തുണയ്ക്കുന്നത്, ഹമാസിനെ പിന്തുണയ്ക്കുന്നതൊക്കെ ഇറാനാണ്. ആ ഇറാനിലെ ജനങ്ങളാണെങ്കിൽ പട്ടിണി കിടക്കുകയാണ്. അവിടുത്തെ സമ്പത്ത് മുഴുവൻ ആയുധങ്ങൾക്ക് വേണ്ടിയിട്ടും ഇസ്രായേലിനെതിരെയൊക്കെ വിനിയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് അതിൽ അമർഷമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭരണകൂടം മാറണം എന്നൊരാവശ്യം ജനങ്ങൾ ഉയർത്തുക സ്വാഭാവികമാണ് എന്നുള്ളതാണ്. ഒരു പോലീസുകാരൻ കൂടി കൊല്ലപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ട് സംശയമുണ്ട്. കാരണം പ്രക്ഷോഭകാരികളുടെ ആക്രമണത്തിലല്ല, അയാൾ വെടിയേറ്റാണ് കൊല്ലപ്പെട്ടിരിക്കുന്നതെന്നാണ്. അപ്പോൾ പ്രക്ഷോഭകാരികളുടെ സ്വാഭാവികമായിട്ട് തോക്കൊന്നും കാണില്ലല്ലോ. തോക്കുണ്ടെങ്കിൽ ഒരു പോലീസുകാരനല്ല കൊല്ലപ്പെടേണ്ടത്, അതിലും കൂടുതൽ കൊല്ലപ്പെടേണ്ടതാണ്. അപ്പോൾ ഇത് മറ്റേതോ ഒരു തരത്തിൽ ഒരു പോലീസുകാരൻ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. ഈ മതഭരണകൂടം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ ജുഡീഷ്യറി എന്ന് പറയുന്നത് നീതി നടപ്പിലാക്കുന്ന ഒരു സംവിധാനമല്ല, പകരം മത നിയമങ്ങളും മതതത്വങ്ങളും നടപ്പിലാക്കുന്ന സംവിധാനമാണ്. അവർ പറഞ്ഞിരിക്കുന്ന ഈ പ്രക്ഷോഭത്തിനെതിരെ വിട്ടുവീഴ്ച ഇല്ലാത്ത രീതിയിൽ അതിനെ അടിച്ചമർത്തുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്നാണ്. 2022-23 കാലഘട്ടത്തിൽ മസ്ഹ അമിനിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട്, അയാൾ കൊല്ലപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള വലിയ പ്രക്ഷോഭത്തിന് ശേഷം ആ രാജ്യം സാക്ഷിയാകുന്ന വലിയ ജനകീയ പ്രക്ഷോഭമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ മൂല്യം, അവരുടെ കറൻസിയുടെ മൂല്യം തകർന്നിരിക്കുന്നു, അവർ വലിയ വിലക്കയറ്റമുണ്ടാകുന്നു, ഭരണപ്രശ്നങ്ങളുണ്ട്, സ്വാതന്ത്ര്യമില്ലായ്മയുണ്ട്, മതശാസനമുണ്ട്, അങ്ങനെ ഒന്നിലധികം പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ പലവിധ ബഹുമുഖ പ്രശ്നങ്ങളാണ്
ഇറാൻ നേരിട്ട് കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് അവസാന സന്ദേശം, ഭരണകൂടം തന്നെയാണ് ലക്ഷ്യമെന്ന് പ്രക്ഷോഭകാരികൾ പറയുന്നുണ്ട്. അവർ അത്തരത്തിൽ പോസ്റ്ററൊക്കെ പതിക്കുന്നുണ്ട്. ഇതാണ് അവസാന സന്ദേശം, ഭരണകൂടമാണ് ലക്ഷ്യം, ഞങ്ങൾക്ക് ഭരണകൂടത്തെ താഴത്ത് ഇറക്കണം. ആയത്തുള്ള ഖമനി ഈ പറയുന്ന ആയത്തുള്ള ഖമനി ഇപ്പോഴും ബംഗറിനകത്താണ്. ബംഗറിനകത്ത് മാത്രമല്ല, ഈ പറയുന്ന ആയുധങ്ങൾ പോലും ഇല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് ഉപകരണം പോലും ഉപയോഗിക്കാതെ ബംഗറിനടിയിൽ ഒളിച്ചിരിക്കുകയാണെന്നുള്ളത്. പേജർ പൊട്ടിത്തെറിച്ചത് കൊണ്ട് റേഡിയോ പോലും ഇയാൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളത്. റേഡിയോയോ അങ്ങനെ ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക് ഡിവൈസ് പോലും ഉപയോഗിക്കാതെ മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് ബംഗറിനടിയിൽ ഏതാണ്ട് 40 മീറ്റർ താഴ്ചയിലുള്ള ബംഗറിനടിയിൽ പോയി ഒളിച്ചിരിക്കുകയാണ്. കാരണം ബംഗർ ബസ്റ്റർ ബോംബ് പോലും ഇട്ടാൽ മരിക്കരുത് എന്നുള്ള ആവശ്യത്തിലാണ് അങ്ങനെ ഇരിക്കുന്നത് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അപ്പോൾ എന്തായാലും ഖമനിക്കെതിരെയാണ് പ്രക്ഷോഭകർ, ഖമനിയാണ് ലക്ഷ്യമിടുന്നത് എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അവിടെ ഒരു ധനസഹായം പ്രഖ്യാപിക്കുന്നുണ്ട്. ആ ധനസഹായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മാസവും ആൾക്കാർക്ക് ലഭിക്കുന്ന തുകയാണ് ധനസഹായമായിട്ട്. ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു നടപടിയുടെ ഭാഗമായിട്ടാണ്, ഒരു സാമ്പത്തിക പരിഷ്കരണമാണത്. ആ പരിഷ്കരണത്തിന് വേണ്ടിയിട്ട് പണം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും ഈ പറയുന്ന പ്രക്ഷോഭത്തിന് യാതൊരു കുറവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇലാം പ്രവിശ്യ എന്ന് പറയുന്ന ആ മേഖലയിലെ മാലേഷാഹി ജില്ലയിൽ വെടിവയ്പ്പിൽ 6 പേര് മരിക്കുകയുണ്ടായി. ഈ 6 പേരെ വെടിവെച്ച് കൊന്നതോടുകൂടി ഈ പ്രക്ഷോഭത്തിൻ്റെ രൂപം അങ്ങ് മാറിയിട്ടുണ്ട്. ഇപ്പോൾ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് മാത്രമല്ല, പ്രാദേശിക ഭരണകൂടങ്ങളുടെ കേന്ദ്രങ്ങളും കൂടി പ്രക്ഷോഭകാരികളുടെ കയ്യിലായിട്ടുണ്ടെന്നാണ്. പ്രക്ഷോഭകാരികൾ വലിയ തോതിലുള്ള സമരമുറയിലേക്ക് എടുത്തിട്ടുണ്ട്. ആ സമരമുറയുടെ ഭാഗമായിട്ട് ഈ കേന്ദ്രങ്ങളൊക്കെ തന്നെ ഇവർ വളയുന്നുമുണ്ട്. അങ്ങനെ വളഞ്ഞുകൊണ്ട് അവിടുത്തെ അധികാരം പിടിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു തന്ത്രമാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ അതിനെതിരെ ഈ പോലീസിനെയും പട്ടാളത്തിനെയും ഒന്നും ഉപയോഗിക്കാതെ തന്നെ ഈ പറയുന്ന സർക്കാർ മറ്റൊരു കുതന്ത്രം പ്രയോഗിക്കുന്നുണ്ട്. അതായത് ഷിയ സായുധ സംഘങ്ങളെ ഇറാനിലേക്ക് ഇറക്കി വിടുന്നുണ്ട്. 800ഓളം പേര് ഇറാഖിലെ മിലിഷ്യ ഗ്രൂപ്പ് അംഗങ്ങളുണ്ടല്ലോ, അവർ അവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇവർ പല വിധത്തിലുള്ള പല സൈനിക ക്യാമ്പുകളിലായി തങ്ങുന്നുണ്ട് എന്ന് പറയുന്നു. അവരവിടെ നിന്ന് ഈ പറയുന്ന പ്രക്ഷോഭകാരികൾക്കിടയിലേക്ക് വന്ന് അവിടെ ആൾക്കാരെ കൊല്ലാനും പ്രക്ഷോഭകാരികളെ ഇല്ലാതാക്കാനുമായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ മിലിഷ്യ അംഗങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ അത് വലിയ അപകടകരമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പ്രക്ഷോഭം നടക്കുന്നത്, ഇല്ലെങ്കിൽ അവിടെ വിപ്ലവം നടക്കുന്നത് അവിടുത്തെ ഭരണമാറ്റത്തിന് വേണ്ടി, ആ ഭരണമാറ്റം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതും ഇങ്ങനെ ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്. അവിടെ നേരത്തെ ഹിജാബിനെതിരെ, ഹിജാബ് നിർബന്ധമാണ് അവിടെ, ഹിജാബ് പർദ്ദയൊക്കെ ധരിക്കാതെയൊക്കെ പുറത്തിറങ്ങിയാലൊക്കെ വലിയ പ്രശ്നമാണ്. സ്ത്രീകളെ ആക്രമിക്കുകയും പരസ്യമായി വിചാരണ ചെയ്യുകയും തൂക്കിക്കൊല്ലുകയൊക്കെ ചെയ്യുന്ന പരിപാടിയുണ്ട് അവിടെ. അപ്പോൾ ആ ഒരു കാര്യം നടപ്പിലാക്കുന്ന അവിടുത്തെ ഭരണകൂടത്തിനെതിരെ വലിയ പ്രക്ഷോഭം ഇപ്പോൾ നടക്കുന്നുണ്ട്. അവിടുത്തെ യുവാക്കൾ സംഘടിച്ചിരിക്കുന്ന സ്ത്രീകൾ ഈ പറയുന്ന ഹിജാബ് കൂട്ടിയിട്ട് കത്തിക്കുന്ന വീഡിയോകളൊക്കെ പുറത്തു വന്നായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ അസ്ഥിരപ്പെടുന്ന അവസ്ഥയിലേക്ക് ഇറാൻ സർക്കാർ മാറുന്നുണ്ട്. അവിടുത്തെ ജനങ്ങളൊക്കെ വലിയ സ്വാതന്ത്ര്യമോഹികളായിട്ടുള്ള മനുഷ്യരാണ്. ഈ പറയുന്ന മതഭരണകൂടത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കാത്തവരും, മുൻപ് വലിയ വിപ്ലവകരമായ സമയമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇന്ന് കാണുന്ന ഈ പർദ്ദ ധരിച്ച മനുഷ്യരല്ലായിരുന്നു. ഇറാൻ്റെ ഓൾഡ് ഫോട്ടോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ സ്ത്രീകളൊക്കെ മോഡേൺ ആയിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് വലിയ വിദ്യാഭ്യാസമൊക്കെ ചെയ്ത് വലിയ പരിഷ്കാരികളായിട്ടുണ്ടായിരുന്ന മനുഷ്യരാണ്. അവരെയാണ് ഇങ്ങനെ മതം അടിച്ചേൽപ്പിച്ച് അടക്കി ഭരിച്ചില്ലാതാക്കുന്നത്. അവർ ജനാധിപത്യത്തിന് വേണ്ടിയിട്ടാണ് വാദിക്കുന്നത്. അധികം താമസിയാതെ ഇറാനിൽ ജനാധിപത്യം വരിക, ആയത്തുള്ള ഖമനിയെ പോലുള്ളവരൊക്കെ ജനങ്ങളുടെ അടികൊണ്ട് മരിക്കാനുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ട്. അത് വൈകാതെ സംഭവിക്കുക തന്നെ ചെയ്യും. ഏതായാലും ഇറാനിൽ ജൻസി കലാപം നടക്കുകയാണ്. ജൻസികൾ അധികാരം പിടിക്കാൻ വലിയ സാധ്യതയാണുള്ളത്. അങ്ങനെ ചെയ്യട്ടെ, അവിടെ ജനാധിപത്യം തിരിച്ചു വരട്ടെ, മത ശാസനങ്ങൾ ഇല്ലാതാവട്ടെ.